പിന്നെ അയാൾ ചോദിക്കുമ്പോ നമ്മളെ ചടപ്പിക്കണ മാതിരിണ്ടാവും. പക്ഷെ നമ്മള് വെറുക്കാതെ നിൽക്കുകയാണ് ഈ ബിസിനസിന്റെ ഏറ്റവും ഉത്തമത്വം. ഇത് ഉപ്പമായി തന്നെ നമ്മൾ കച്ചവടം ചെയ്യണു. പെർഫ്യൂംസ് ആണ് നമ്മളെ കച്ചവടം. അപ്പൊ ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സോളിഡ് ആണ്. ഇതാണ് ഞാൻ തേക്കലും. ഇപ്പൊ ഒരാളെ കണ്ട അയാൾ എടുക്കുന്നില്ല, നമ്മളെ കണ്ണിങ് നമ്മളെടുത്തുണ്ട്. മോനെ നമ്മളെ കച്ചവടത്തിൽ ഇറങ്ങുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണോ? അതായത് നമ്മൾ ആദ്യം ഒരാളെടുത്ത് പോയിട്ട് പെർഫ്യൂം എന്ന് പറഞ്ഞാൽ അയാൾ എന്തായാലും വാങ്ങൂല. ഹായ്, അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു കച്ചവടക്കാരനെയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഇതാണ് നമ്മളെ കച്ചവടക്കാരന്. മോന്റെ പേരെന്താണ്? എന്റെ പേര് അബ്ദുൽ ബദീർ. ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? ഞാൻ 5ലാണ്. ഇപ്പൊ വെക്കേഷൻ അല്ലേ, ഇനി കഴിഞ്ഞാല് 6ക്കാണ്. 6ക്ക്. ആ, മോന്റെ വീട് എവിടെ വരുന്നേ? വീട് തൃപ്പനഞ്ചി പാലോട്ടില് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് ഈ പഞ്ചായത്ത് കണക്കത്തിന്റെ അടുത്തന്നെ ഓപ്പോസിറ്റ് ആണല്ലേ. ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉള്ളത്? വീട്ടിൽ ഇപ്പ ഉണ്ട്, ഉമ്മ ഉണ്ട്, അനിയണ്ട്, ഏട്ടുണ്ട്. ഏട്ട പിന്നെ ഒരു ചെറിയ ജോലിക്ക് പോയതാണ്, സൂപ്പർ മാർക്കറ്റിലാണ്. അപ്പൊ അവിടെ നിൽക്കാണ്. പിന്നെ ലീവ് കിട്ടുമ്പോ ഇങ്ങോട്ട് വരും. മോന്റെ കച്ചവടം പറഞ്ഞു. പെർഫ്യൂംസ് ആണ് നമ്മളെ കച്ചവടം. അപ്പൊ ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതിൽ ഒന്നാണ് ചെൽസി, പിന്നെ ബോസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ലെറില്, കോബ്ര, അസീല്, പിന്നെ ബിസ്ക്കറ്റ്, ബ്ലാക്ക് ഊത്, സോളിഡ്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതിനെങ്ങനെയൊക്കെ റേറ്റ് വരുന്നേ? ഇന്ന് എല്ലാത്തിനും സെയിം റേറ്റ് ആണ്, 100 റുപ്പീസ് ആണ്. എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സോളിഡ് ആണ്. ഇതാണ് ഞാൻ തേക്കലും. പിന്നെ ഇപ്പൊ വേറെ തേക്കല് ഇച്ചത് ഇഷ്ടമാണ്. അപ്പം കാറാര് അധികം യൂസ് ചെയ്യുന്ന സാധനം ഇതാണ്. എ സിയിലൊക്കെ നിൽക്കുമ്പോൾ നല്ല സ്മെല്ലായിട്ട് കിട്ടണ ഒരു ഫ്രഗ്രൻസ് ആണ് ഇത്. അല്ല മോനെ, ഇതൊക്കെ എവിടുന്ന് വാങ്ങിക്കണോ? എങ്ങനെയാണ് ഇത് പരിപാടി? എങ്ങനെയാണ് ഇത് ഉപ്പമായി തന്നെ നമ്മൾ കച്ചവടം ചെയ്യണു. മോൻ എങ്ങനെ പെർഫ്യൂം കച്ചവടത്തേക്ക് വന്നത്? അത് ആദ്യം ഉപ്പാന്റെ ഒപ്പം ഞാനൊന്ന് എണ്ണ അടിക്കാൻ പോയതായിരുന്നു. അപ്പം ഉപ്പ പറഞ്ഞു എനിക്കൊന്ന് നോക്കി നോക്കി പറഞ്ഞ്. അതില് ഒരു കാറാര് തന്നെയായിരുന്നു. അപ്പം അയാൾ എന്തോ ഒരു ഭാഗ്യത്തില് അയാൾ എടുത്തു. അതുകൊണ്ട് ഇപ്പോഴും എന്റെ കച്ചവടം നിലനിന്നു. നല്ല കച്ചവടമായിട്ട് കിട്ടുന്നു. നല്ല ഉഷാറായിട്ടുണ്ട്. എപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങലിപ്പോ? ഇപ്പം ഒരു 9 to 12. പിന്നെ എന്താ പറയാ, ഒരു ഉച്ച നമ്മള് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ വൈകുന്നേരം, അതായത് ഒരു 4 മണി ആകുമ്പോത്തിന് പോകും. ഇപ്പം പോകാന് റെഡി ആയിരിക്കണ ടൈമാണല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മള് നേരെ പോയി ഒരു 6-7 മണി ആകുമ്പോത്തിന് ഇങ്ങോട്ട് തിരിച്ചെത്തും. അപ്പൊ ഇതിനൊരു 20 എണ്ണൊക്കെ കച്ചവടമായി സെയിലായി പോകും. മാഷാ അല്ലാഹ്. അപ്പൊ രാവിലത്തെ കച്ചവടം കഴിഞ്ഞു. ഇനി വൈകുന്നേരമാണ്. അപ്പൊ ഈ രാവിലത്തെ കച്ചവടം കഴിഞ്ഞ് വരുന്ന വരവാണ് നമ്മൾ കണ്ടത്. ആണ്. എങ്ങനെ പോല്? അതെ, ഞാന് ഇപ്പാന്റെ ഒപ്പം സ്കൂട്ടിമ പോവും. ഉപ്പ ആക്കി തരും. ഉപ്പ എവിടെയെങ്കിലും ഇങ്ങനെ കാണുമ്പോ കാറാരൊക്കെ ഉണ്ടാവുമ്പോ നമ്മള് ഒന്ന് ജസ്റ്റ് പോയി നോക്കുന്നു. അയാള് ചെലപ്പം വാങ്ങും, ചെലപ്പം വാങ്ങാതെ ഇരിക്കും. അത് നമ്മളെ പറ്റി ഒരു വിഷയമല്ല. പിന്നെ അയാൾ ചോദിക്കുമ്പോ നമ്മളെ ചടപ്പിക്കണ മാതിരിണ്ടാവും. പക്ഷെ നമ്മള് വെറുക്കാതെ നിൽക്കുകയാണ് ഈ ബിസിനസിന്റെ ഏറ്റവും ഉത്തമത്വം. അല്ല, എത്ര തുടങ്ങിയിട്ട് കച്ചവടം? ഞാൻ 2 മാസമായിട്ടുള്ളൂ. 2 മാസമായിട്ടുള്ളൂ. 2 മാസമായപ്പോ ഇത്ര രീതിയിൽ കച്ചവടത്തിന് പഠിച്ചു. മോനെ, നമ്മളെ കച്ചവടത്തിൽ ഇറങ്ങുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണോ? അതായത് നമ്മൾ ആദ്യം ഒരാളെടുത്ത് പോയിട്ട് പെർഫ്യൂം എന്ന് പറഞ്ഞാൽ അയാൾ എന്തായാലും വാങ്ങൂല. പിന്നെ നമ്മൾ ആദ്യം എന്താണ് കുറച്ച് ലോഗിയൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു കമ്പനിയാണ്, ഒരു പെർഫ്യൂമാണ് പറഞ്ഞിട്ട് ഒന്ന് തേച്ചെടുത്താൽ അയാൾ ഒരു സ്മെല്ലോ നോക്കും. ഇത് അത്ര സ്മെല്ലൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒന്ന് കുറച്ച് ഹൈ ക്വാളിറ്റി ആക്കുക. എന്നിട്ട് കൊടുക്കുമ്പോൾ അയാൾ എന്തായാലും വാങ്ങും. ഇപ്പോൾ ഒരാളെ കണ്ട അയാൾ എടുക്കുന്നില്ല, നമ്മളെ കണ്ണിങ് നമ്മളെടുത്തുണ്ട്. അല്ല മോനെ, ഗൂഗിൾ പേ കണ്ടോ? ഗൂഗിൾ പേ കണ്ട്. എങ്ങനെ, സ്കാനറാ? സ്കാനറാണ്. ഇതാണ് സ്കാനർ. ഇതിൽ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഒറ്റടിക്ക് 100 എന്ന് കാണിക്കും. ഇത് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു 2 എണ്ണം എടുക്കുന്ന ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് കാണിച്ചു കൊടുത്താൽ അവൾക്ക് ടൈപ്പ് ചെയ്യണ ആൾക്കാരം ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ ഒന്ന് വാങ്ങുന്നവർക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് 100 ഒറ്റടിക്ക് വരും. അപ്പൊ എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പൊ എന്താ നമ്മളെ ഈ വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത്? എനിക്ക് നമ്മളടുത്തുനിന്ന് വാങ്ങി സഹായിക്കുക. അപ്പം ഒരു കച്ചവടം, എനിക്കൊരു സൈക്കിൾ വാങ്ങണം എന്നൊക്കെ ഒരു ലക്ഷ്യമാണ്. അപ്പം അതിന്റെ ഒരു കൂട്ടത്തിലേക്കാണ് പോണത്. ഒരു ഇലക്ട്രിക്കിന്റെ സൈക്കിൾ. അതിന് ഏകദേശം എത്ര രൂപ വരുന്നുണ്ട്? അതിനൊരു 44,500 വരുന്നുണ്ട്. ഇപ്പൊ നിലവിൽ സൈക്കിൾ ഉണ്ടോ കയ്യില്? നിലവിൽ സൈക്കിൾ ഉണ്ടായിരുന്നു, അതിനെ തകരാറായി കൊടുത്തു. അപ്പൊ ഒരു സൈക്കിൾ വേണം. ഇപ്പൊ ഈ ഇലക്ട്രിക് തന്നെ വേണമെന്നുണ്ടോ? ഇലക്ട്രിക് ആവുമ്പോ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇലക്ട്രിക്കിന്റെ ആവണമല്ലോ. അതായത് ഇപ്പൊ കയറ്റൊക്കെ കയറണമെങ്കിൽ ഭയങ്കര പ്രയാസമാണ്. അപ്പൊ അതും കാരണം അതിനിപ്പോ ഇലക്ട്രിക്കിന്റെ ചാർജ് കഴിഞ്ഞാൽ ഗീറും ഉണ്ട്. അതാണ് അതിന്റെ ഫെസിലിറ്റീസിന്. ഗീറ് താത്തിട്ട് പോവാം നമുക്ക്. അപ്പോ
രാവിലത്തെ കച്ചവടം കഴിഞ്ഞപ്പോ അടുത്ത കച്ചവടത്തിന് അടുത്ത പോവാണ് കച്ചവടത്തിന് പോവാണ് അല്ലേ? പോവാൻ നിക്കാണ്. ഓക്കെ. അപ്പൊ നമ്മളെ ബദീഹ ഒരു മുതലാട്ടോ. കാരണം എന്താ വെച്ചാല് ഇപ്പൊ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നത്? 5ാം ക്ലാസ്സിൽ, ഇനി 6ക്ക് അല്ലേ? ആ, ഇപ്പൊ വെക്കേഷൻ ആണ്. അധിക വീട്ടിലുള്ള കുട്ടികളും ഇപ്പൊ നമ്മളൊക്കെ വീട്ടിലുള്ള കുട്ടികൾ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള പരിപാടി എന്താണ്? ഫോൺ കളിക്കുക, ആ, പിന്നെ ഫോണില് ഗെയിം കളിക്കുക. കളിക്കുക. അതിനൊന്നും ഇച്ച് നേരല്ല, ഞാൻ അതില് പോവും. ആ, പിന്നെ നമുക്ക് ആ നേരം കൂടി കച്ചവടം ചെയ്യാം അല്ലേ? പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ഉപ്പച്ചി കുറച്ചു നേരം തരും, നമ്മള് കാണും ചെയ്യും. നമ്മള് കുറച്ചു നേരം ഷോർട്സ് കണ്ടിട്ട് ഉപ്പച്ചി തന്നെ കൊടുക്കും. അത് എന്റർടൈൻമെന്റ് മാത്രം. എന്റർടൈൻമെന്റ് മാത്രം അല്ലേ? അപ്പൊ ബദിഹ, ഇതിൽ ഏറ്റവും നല്ലൊരു സ്മെല്ലില്ല പെർഫ്യൂം പറഞ്ഞ അത് സോളിഡാ. നോക്കട്ടെ സ്മെല്ല്. ഇതാണ് സോളിഡ് അല്ലേ? ഓക്കെ. പിന്നെ വേറെ ഏതാ സ്മെല്ലില്? വേറെ പിന്നെ ചെൽസി ഉണ്ട്, ബ്ലാക്ക് വുഡ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനം. നോക്കട്ടെ, ഇതേതാണ്? ഇത് ചെൽസി. ഇത് എത്ര സമയം നിൽക്കും? ഇപ്പൊ ഏകദേശം സമയം 6 മണിക്കൂർ നിൽക്കും. ഉറപ്പല്ലേ? ഉറപ്പാണ്. എല്ലാത്തിനും 100 ഉള്ളൂ അല്ലേ? ഓക്കെ. പിന്നെ ഞാൻ അടുത്ത ഏതാണ് സ്മെല്ലില്? വേറെ പിന്നെ കോബ്ര തന്നെ ഈ പണിക്കാരൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ്. പിന്നെ അടുത്ത് വേറെ ഏതല്ലേ? പിന്നെ ബിസ്ക്കറ്റ്. എനിക്കിത് രണ്ടും മതി. എനിക്കിത് രണ്ടും. അപ്പൊ ഞാനേ ഇത് ഗൂഗിൾ പേ ചെയ്യാം. അപ്പൊ ഞാനേ ഒരു 500 ഇട്ടിക്കണ്, ബാക്കി എൻ്റെ വക 10 ഗിഫ്റ്റ്.